പ്രിയപ്പെട്ടവരെ, ഞാൻ അഭിലാഷ് ഇടവൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപിടി നല്ല കലാകാരന്മാർ നമ്മുടെ ഒന്നും മുൻപിൽ പെടാതെ, അതായത് ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിലോ ഒന്നും പെടാതെ, തിരിച്ചറിയപ്പെടാതെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള കുറേ കലാകാരന്മാരെ കണ്ടെത്തി നമ്മുടെ ഇടമൺ 34 ഒരു വലിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് സമ്മാനം നമുക്ക് പൊതുജനങ്ങൾക്ക് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു നല്ല പുൽക്കൂട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സജി സോളമൻ എന്നാണ്. നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇതെന്താണ് നിങ്ങൾ ഈ ഒരു ചെയ്ത വർക്കിനെ കുറിച്ച് വിശദീകരിച്ചൊന്ന് പറയാമോ? ഈ വർക്ക് ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആവും എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും ഞങ്ങൾ ആത്മാർത്ഥമായി 13-ാം തീയതി മുതൽ ഇതിൻ്റെ വർക്കിലാണ്. പിന്നെ ഇതിൻ്റെ സ്പോൺസർമാരും ഇത് ചെയ്യിപ്പിക്കുന്നത് ഇടമൺ 34 ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സാണ്. അവരുടെ ആത്മാർത്ഥമായ ആഗ്രഹപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ചേട്ടൻ്റെ വർക്കുകൾ ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ ചർച്ചിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അവസരം ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലൊരു സംഭവം ചെയ്യുന്ന ഇങ്ങനെ അറിഞ്ഞതുകൊണ്ട് വന്നതാണ്. അതുപോലെ നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് എന്നത്തേക്കിനെ ഫിനിഷ് ആവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? 20-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യണം. വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ട്. ആ സമയത്ത് നിങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കണം. ജീവിതത്തിലെ അവസരങ്ങൾ പലപ്പോഴും കിട്ടാതെ പോയ കലാകാരന്മാർക്ക് അവസരങ്ങൾ തന്നതിന് ഇടമൺ 34 ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനോട് ഞങ്ങൾ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കലാകാരന്മാർ നമുക്ക് അറിയപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് അവസരങ്ങൾ കൊടുത്ത് അവരുടെ കഴിവുകളെ നമുക്ക് മുൻധാരയിലെത്തിക്കണം. ഇതെന്തായാലും ചെയ്യാൻ ഈ മനസ്സ് കാണിച്ച നമ്മുടെ 34 ഓട്ടോ ഡ്രൈവേഴ്സിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കണം. എന്തുവായാലും ഇത്തവണ എന്തായാലും നമ്മുടെ ഇടമൺ 34 ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സുഹൃത്തുക്കൾ ഇവർക്ക് ഒരു അവസരം നൽകുകയും അവരുടെ കഴിവ് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറുകയും ചെയ്തു. വളരെ ഭംഗിയായി തന്നെ ആ 3 കലാകാരന്മാർ കൂടി ഇത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഇന്ന് 7 മണിക്കായിരുന്നു ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളും വന്ന് കാണണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല അനുഭവമായിരിക്കും ഈ പുൽക്കൂട്. ഇത്തരത്തിലുള്ള പുൽക്കൂട് ഞാൻ നേരത്തെ ഇദ്ദേഹം ചെയ്തെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ മറ്റൊരുവെങ്കിലും കണ്ടിട്ടില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇടമൺ 34 പുനലൂര് ചെങ്കോട്ട റൂട്ടിൽ ഇടമൺ 34 34 റൈറ്റ് സൈഡ് കുഴിമന്ദിരത്തോട് ചേർന്നാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ പൈസയിൽ തന്നെ വളരെ ഭംഗിയായി തന്നെ അവർ ചെയ്തിരിക്കുന്നു. എന്തുവായാലും തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം വന്ന് ഇത് കാണുക, ഇത് മറ്റുള്ളവരിലൂടെ അറിയിക്കുക. ഈ കലാകാരന്മാർക്ക് ഇനിയും അവസരങ്ങൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സജി സോളമൻ, സാബു മണ്ണടിശ്ശേരി, ഉണ്ണി കൊട്ടാരക്കര എന്നീ കലാകാരന്മാരാണ്.